നമസ്കാരം. നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികൾ ആദ്യം പഠിക്കേണ്ട പാഠം നമ്മളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നു, അമ്മ അച്ഛനെ സ്നേഹിക്കുന്നു. ഈ സത്യം അവർ മനസ്സിലാക്കുന്നപ്പോഴേ നമ്മളൊക്കെ ജീവിതത്തിലൂടെ തന്നെയാണ് എന്നുള്ളത് ആദ്യം നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. പതിവായി നമ്മളങ്ങനെ വ്യക്തമാക്കാനാവില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും സമീപനങ്ങളും അതിൻ്റെയൊക്കെ തെളിവൊക്കെ തന്നെയായിരിക്കണം എപ്പോഴും. ഒരു കുട്ടി സ്നേഹം എന്താണ് എന്ന് ആദ്യമായി കാണുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന്, ഉള്ളിൽ നിന്ന് തന്നെയാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നുമാണത്. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുമ്പോഴേ, ദയ കാണിക്കുമ്പോഴേ, വിശ്വസിക്കുമ്പോഴേ, ഒപ്പം ഒരുമിച്ച് നിൽക്കുമ്പോഴേ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഓരോ ചലനവും എന്നുള്ളതാണ്. സ്നേഹം ഒരു നിജസ്ഥിതിയാണ് എന്നും അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു പ്രതിദിന തീരുമാനമാണ് എന്നുള്ളത്. സ്നേഹം വാക്കുകളോട് പറയുന്നതിലുപരി നിങ്ങളത് പ്രവൃത്തിയിലൂടെ ആയിരിക്കണം. നിങ്ങൾ ഒരാൾ തളർന്നു പോകുമ്പോൾ മറുപുറം പിടിച്ച് താങ്ങി നിർത്തുക. ആശങ്കകളുടെ മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരുമിച്ച് കട്ടക്ക് നിലകൊള്ളുക എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ്, ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഒരു നല്ല ഭാവി തന്നെ അടിസ്ഥാനം കൂടിയാണ് നമ്മുടെ മക്കൾക്കുണ്ടാവുന്ന ഈ തീരുമാനങ്ങളുടെ, ഈ പെരുമാറ്റത്തിലൂടെ അവർ പഠിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. വീട്ടിലുണ്ടായില്ലെങ്കിലേ അത് സമൂഹം, ലോകം അവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. പക്ഷേ ലോകം കാണിച്ചു കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ, സ്വാർത്ഥം നിറഞ്ഞായിരിക്കും എപ്പോഴും എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് വെറും താൽക്കാലികമായിരിക്കും, ലാഭം നോക്കിയിട്ടുള്ളതായിരിക്കും ആ പഠിപ്പിച്ചു കൊടുക്കൽ എന്ന് പറയുന്നത്. ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കുന്നതായിരിക്കുന്ന സ്നേഹമായിരിക്കും അത്. അതൊരു സ്നേഹമാണെന്ന് മതിധരിക്കേണ്ട, അതൊരു കച്ചവടമാണ് എപ്പോഴും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള ഓരോ ദിവസവും ഒരേ ഒരാളെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടട്ടെ എന്നേ. അതായത് മനുഷ്യനെ ഒന്നിൽ നിന്നും രണ്ടായി സൃഷ്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ രണ്ട് വീണ്ടും ഒരു ഉടമ്പടിയിലൂടെ, കല്യാണം അല്ലെങ്കിൽ വെഡ്ഡിംഗ് എന്ന വ്യവസ്ഥാപിതമായ ഒരു മാരേജ്, വെഡ്ഡിംഗ് ഉടമ്പടിയിലൂടെ അത് രണ്ടും ഒന്നാക്കി തീർത്ത് അതിൽ നിന്നുമുണ്ടായ മക്കളാണ് ഇവർ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാകാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ അവർ സ്ഥാപിക്കുന്ന ബന്ധങ്ങൾക്കൊക്കെല്ലാം തന്നെ നമ്മളൊരു അടിസ്ഥാനമായി മാറാൻ സാധിക്കട്ടെ. സ്നേഹവും അർപ്പണവും ക്ഷമയും എല്ലാം വിശ്വാസവും നിറഞ്ഞ ഒരു യാത്രയാണ് നമ്മുടെ ജീവിതമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. ആ തീരുമാനം ആദ്യം നമ്മുടെ വീടുകളിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു. നമസ്കാരം.